7 വീണകളിൽ ഒരേ സമയം ശ്രുതിമീട്ടി വീണവാദിക. ഒന്നിലധികം വീണകളിൽ ശ്രുതി പോകാതെ വായിക്കാൻ കഴിയുന്നത് ദൈവാനുഗ്രഹം മാത്രമാണെന്ന് പ്രശസ്ത വീണവാദിക ശിവകാമി നടരാജ്. മനുഷ്യ ശരീരത്തിന്റെ ചലനവും സ്പന്ദനവുമായി സാമ്യമുള്ളതാണ് പരമ്പരാഗത സംഗീത ഉപകരണമായ വീണ. വീണയോടുള്ള അഭിനിവേശമാണ് പരീക്ഷണത്തിനുള്ള ധൈര്യം തന്നതെന്ന് ശിവകാമി പറഞ്ഞു. ഒരുപാട് സാമ്യതകളുണ്ട്. ഒരു ഡിവൈൻ മ്യൂസിക് നോട്ട്സ് ആണ് അതിൽ വരുന്നതും. അങ്ങനത്തെ വീണ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാ ഗുരുക്കന്മാരോടും നന്ദി പറയുന്നുണ്ട്. പിന്നെ ഈ 7 സ്ട്രിങ്സ് ഉണ്ട്. ഈ 7 സ്ട്രിങ്സും ചേർന്ന് വായിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതിൽ 7 പേരും 7 സ്ട്രിങ്സും ചേർത്ത് സുന്ദരമായ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവം സഹായിച്ച് നമുക്ക് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്നും എല്ലാം നന്നാവുമെന്ന് ഹോപ്പ്ഫുള്ളി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സപ്തസ്വരങ്ങൾ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. 7 പേരായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കർണാട്ടിക് ക്ലാസിക്കലിലെ സപ്തസ്വരം സാരി ഗമ പധ നി, ആ 7 സപ്തസ്വരമാണ്. അപ്പം ഇതിൽ ഓരോ അക്ഷരത്തിലും തുടങ്ങുന്ന പാട്ടുകളാണ് ഞങ്ങൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അത് സായിലൊരു പാട്ട്, രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ട്, ഇങ്ങനെ അനൗൺസ് ചെയ്ത് തന്നെയാണ് നമ്മളങ്ങനെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. സപ്തസ്വരങ്ങൾ എന്ന പോലെ 7 വീണകൾ ഉപയോഗിച്ചുള്ള വീണ ലയതരംഗത്തെ ആസ്വാദകർ സ്വീകരിച്ചുവെന്നും പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ശിവകാമി നടരാജ് പറഞ്ഞു. 7 വീണകൾ ഒരേ സമയം ശ്രുതി പോവാതെ കച്ചേരി നടത്തുന്നതിന് കഠിന പരിശീലനം ആവശ്യമായിരുന്നുവെന്നും ശിവകാമി പറഞ്ഞു. കർണാട്ടിക് സംഗീതത്തിനും പാരമ്പര്യ നൃത്തരൂപങ്ങൾക്കും വിദേശത്ത് സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്ന് ഹോളിവുഡ് വയലിനിസ്റ്റ് ടൊറന്റോ എ ജയദേവൻ വ്യക്തമാക്കി. Almost 10,000 kids are learning Bharatanatyam. So അത്രയ്ക്ക് വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഡാൻസ് ആൻഡ് ആർട്ട് അവിടെ. എനിക്ക് തന്നെ ഓൾമോസ്റ്റ് 200 കുട്ടികൾ എൻ്റെ അടുത്ത്, അവിടുത്തെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് അവിടെ വയലിൻ വായിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം എൻ്റെ കരിയർ കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിക്കിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. കമ്പ്യൂട്ടർ ജോലി ഞാൻ ക്വിറ്റ് ചെയ്തു. അപ്പോൾ ഫുൾ ടൈം മ്യൂസിക്കാണ്. അതിനുശേഷം അവിടെ വെച്ചിട്ട് എല്ലാ ടോപ്പ് ലീഡിങ് ആർട്ടിസ്റ്റുകൾക്കും, ടീം കൃഷ്ണ, അരുണ സായിറാം, പ്രദീപ് പി ഉണ്ണികൃഷ്ണൻ, സഞ്ജയ് സുബ്രഹ്മണ്യം, സുധാ രഘുനാഥൻ, അഭിഷേക് റോറാം, all the top leading artists I accompanied, and I have my own fusion band with a very famous tabla player from Kolkata. കാനഡയിലെ IT മേഖലയിൽ നിന്നും സംഗീത ലോകത്തേക്ക് മാറേണ്ടി വന്നതിനു പിന്നിൽ കലയോടുള്ള വിദേശികൾക്കുള്ള താൽപ്പര്യമായിരുന്നു. സംഗീതത്തിലൂടെയും നൃത്തരൂപങ്ങളിലൂടെയും വിദേശികൾ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. നൃത്തരംഗത്തും സംഗീത ലോകത്തും പഠനവും പരിശീലനവും നടത്തി പ്രഗത്ഭരാകുന്ന ഒട്ടേറെ പേരുണ്ടെന്നും ടൊറന്റോ ജയദേവൻ പറഞ്ഞു. പ്രശസ്ത നർത്തകരായ അഭിജിത് ദാസ്, ഗോപിക രാജ് എന്നിവരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.